എൻ്റെ ഗാർഡനിലെ എന്നും പൂത്തിരുന്ന ചെടികളിൽ ഒരു ചെടിയാണ് ഈ കാണുന്ന നീലക്കൊടുവേലി അല്ലെങ്കിൽ ബ്ലൂ പ്ലംബാഗോ. ഇത് വളർത്താനും വളരെ എളുപ്പമാണ്. അധികം കെയറിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് വളം കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പ്രാവശ്യം പൂ പിടിച്ച് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കൊടുത്താൽ ഒരു 10-15 ദിവസത്തിനകത്ത് പിന്നെ വീണ്ടും നിറയെ പൂവായിക്കോളും. അതുകൊണ്ട് ഇതിനെ വളർത്താൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിനകത്തുനിന്ന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു തൈ പോലും കിളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കട്ടിങ്സൊക്കെ കുറേ വെച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അത് ഒരു തൈയും ഒന്നും കിളിച്ചിട്ടേ ഇല്ല. നഴ്സറിക്കാർ ഒരു പക്ഷേ ലെയർ ചെയ്തിട്ടെങ്ങാനും തൈ ഉണ്ടാക്കുന്നതായിരിക്കും, അറിയില്ല. ഒറിജിനൽ നീലക്കൊടുവേലി ആണോ എന്നറിയില്ല. കാരണം ഒറിജിനൽ നീലക്കൊടുവേലിക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും നീലക്കൊടുവേലി എന്നാണ് വിളിക്കാറ്. എന്നും നിങ്ങളുടെ ഗാർഡനിൽ പൂ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ധൈര്യമായിട്ട് മേടിച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ നീലക്കൊടുവേലി. ഏത് നഴ്സറികളിലും ഇതിന് തൈ കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എന്നും ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇതിനെ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. മണ്ണിൽ നടുമ്പോഴാണ് കൂടുതൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാനിതിന് ചെടിച്ചട്ടിയിൽ തന്നെയായിരുന്നു നട്ടിരുന്നത്. അതിനെ പിന്നെ അധികം ഫ്ലവേഴ്സ് ഒന്നും കാണാത്തപ്പോൾ ഞാൻ എടുത്ത് അതിനെ മണ്ണിലിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. അതേപോലെ ക്രോപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ എന്നും ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. വളം കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സ് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ 2 സൈസ് വളവും കൊടുക്കാറുണ്ട്. കെമിക്കൽ വളവും കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ഓർഗാനിക് വളവും കൊടുക്കാറുണ്ട്. ഏത് കൊടുത്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വളം കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് ഈ ചെടിക്ക് നമ്മൾ ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഒന്നും അടിക്കേണ്ട ഒരാവശ്യവുമില്ല. ചിലപ്പോഴൊക്കെ കമ്പ് ഉണങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലവേഴ്സ് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതെപ്പോഴും ഇങ്ങനെ ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം പൂക്കൾ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്ക് ഇത് നിറഞ്ഞ് ഇങ്ങനെ പൂത്ത് നിൽക്കും. 2 ആഴ്ച കഴിഞ്ഞ് കൊഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രൂൺ ചെയ്ത് വൃത്തിയാക്കി നിർത്തണം. നിങ്ങൾ ചെടി മേടിച്ച് കഴിഞ്ഞാൽ, പ്ലാന്റിൻ്റെ തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി നട്ടു നോക്കൂ. നിങ്ങളുടെ ഗാർഡനിലും ഇതേപോലെ നന്നായിട്ട് ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാകും. ഈ പൂക്കളുടെ കളറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആർക്കും വാങ്ങിച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്.